ഹായ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 82 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. ഇനി ഞാൻ കൂടോത്രം ചെയ്യും. ബിഗ് ബോസ് കഴിയാറായി, ഇതുവരെ എന്റെ കമന്റ് വായിച്ചിട്ടില്ല. എവിടെ മുട്ട? അതിലൊന്നും കൂടോത്രം ചെയ്യരുത്. ഐ ലവ് യുവർ വീഡിയോസ്, ദീസ് ആർ സോ ഫണ്ണി, ലവ് ഫ്രം കാനഡ. എടാ, നമുക്ക് ഇന്ത്യയിൽ നിന്നല്ല കാനഡയിൽ നിന്നും മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ശരത്തേട്ടന്റെ ലുക്കാണ്, ചേട്ടന്റെ ചിരി ഒരു രോമാഞ്ചം. ബ്രോ എന്റെ കമന്റ്സ് വായിക്കുന്നില്ല. വായിച്ചു. ഹായ് ബ്രോ, ഞാൻ ഫസ്റ്റ് നെഗറ്റീവ് കമന്റ് ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ഞാൻ ബ്രോയുടെ വീഡിയോ കണ്ട് ഇഷ്ടമായി. നീയാണല്ലേ എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഒന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടവൻ. കൊള്ളാടാ, യു ആർ സോ ക്യൂട്ട് എന്ന് ഞാൻ പറയില്ല, ഹാൻഡ്സ് ആണെന്നല്ലേ എനിക്കറിയാം. ശരത് ബ്രോക്ക് ശ്രീധുവിനെ കിട്ടിയില്ലെങ്കിലും എന്താ കമന്റ് ബോക്സിൽ എന്തോരം ലവേഴ്സ്. ആഹാ യോഗം. എടാ, കമന്റ് ബോക്സിൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ലടാ. നിനക്ക് ഇതൊന്നും അറിഞ്ഞൂടാ? നിനക്ക് നീ എവിടെ നിന്നാടാ വരുന്നേ? മുന്നാക്കയുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഞാനെന്ത് പറയാനാണ്? പിന്നെ ഞാൻ ജാസ്മിന്റെയും അഫ്സലിന്റെയും ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് കണ്ടിരുന്നു. അതായത് ജാസ്മിൻ ബിഗ് ബോസിൽ പോണതിന്റെ തലേദിവസം അഫ്സലിനോട് മിണ്ടിയതിന്റെ ഒരു റെക്കോർഡ്. ഒരാളുടെ പേഴ്സണൽ ചാറ്റ് ഒന്നും അങ്ങനെ പബ്ലിക് ആക്കണതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ജാസ്മിൻ ചെയ്ത് തെറ്റാണെങ്കിൽ ഇതും തെറ്റ് തന്നെയാണ്. ആ ഷോ കണ്ടിട്ട് അവരെ വിമർശിക്കാം, അവരുടെ പേഴ്സണൽ ലൈഫ് ചികഞ്ഞു പോകണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേസ്, ഒരു ഫണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കേൾക്കാം. ഇതൊക്കെ രസമല്ലേ എല്ലാവരും ചെയ്തതിലൊക്കെ. കമന്റ് വായിക്കൽ നിർത്ത് ബ്രോ, നേരിട്ട് വീഡിയോയിൽ പോകും. അത്ര ഭാഗം സ്കിപ്പ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പൊ സംസാരിച്ചധികം സമയം കളയുന്നില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യ്. ഓക്കെ, ലൈക്കും ചെയ്യ്. പിന്നെ നിങ്ങളുടെ വ്യത്യസ്തമായ കമന്റുകൾ കമന്റും ചെയ്യ്. അടുത്ത വീഡിയോയിൽ വായിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ന്യൂ ഡാൻസേഴ്സ് ഓൺ ഫ്ലോർ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മുടെ സായും അഭിഷേകും ഇവിടെ വന്ന് ഡാൻസ് പഠിച്ചല്ലോ. എനിക്കത് കണ്ടാ മതി. എനിക്ക് നേരം വെളുത്തുന്ന്. ജാസ്മിന്റെ തലയാട്ടലും ആ പാട്ടും കൂടി ഒന്ന് നോക്കി. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് 7 ചവിട്ട് നാടകം. രാവിലെ തന്നെ ടിക്കറ്റ് ഫിനാലേക്കുള്ള 7ാമത്തെ ടാസ്ക് ആയിരുന്നു. വീണ്ടും പോയിന്റുകൾ നേടിയെടുക്കാൻ എന്നാഗ്രഹിക്കുന്നവർക്കും ഇവക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ? ഇതിലായാലും ശരി, മറ്റേത് കാര്യം എടുത്തതായാലും അങ്ങനെ തന്നെയായിരിക്കും. മലയാളം വായിക്കാൻ അറിയില്ലെങ്കിലും എക്സ്പ്രഷനും സ്റ്റൈലിനും ആ ഒരു ആക്ഷനും ഒന്നും ഒരു കുറവില്ല. വായിക്കണതൊക്കെ ആണെങ്കിൽ പൊട്ട തെറ്റാ. സഞ്ചരിക്കുന്നവർക്ക് ഏത് പ്രതിസന്ധികളെയും. ഇന്നലത്തെ എൻഡുറൻസ് ടാസ്ക് കഴിഞ്ഞ് ഇന്ന് വലിയൊരു എൻഡുറൻസ് ടാസ്കും കൊണ്ടാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത്. ഒരു ഫ്ലവർ വേഴ്സും ആരെങ്കിലും വേഴ്സാ? എന്ത് വേഴ്സ്? ബസർ അടിക്കുമ്പോൾ ഫ്ലവർ വേഴ്സ് വീഴാതെ ഫ്ലവർ വേഴ്സിനെയാണ് ഞാൻ തെറ്റിദ്ധരിച്ച്. ഫ്ലവർ വേഴ്സ് നിലത്തു വീണാൽ മത്സരം വേറെ ഒന്നുമല്ല. ആ സീസ പോലെ ഇരിക്കുന്ന സാധനം കണ്ട, അതിന്റെ ഒരു അറ്റത്ത് ഫ്ലവർ വേഴ്സ് വെക്കും, മറ്റേ അറ്റത്ത് നമ്മൾ ഇങ്ങനെ ചവിട്ടി നിൽക്കണം. എന്നിട്ട് അത് ബാലൻസ് ചെയ്ത് നിൽക്കണം. ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്ന ആള് വിജയിക്കും. നോറയും സായിയാണ് ആദ്യം മത്സരിക്കാൻ വന്നേ. ഓക്കെ, അങ്ങനെ മത്സരം സ്റ്റാർട്ടായി. എനിക്ക് പെയിൻ അല്ല ഉള്ളത്, എനിക്ക് അയിന് അല്ലാതെ എനിക്ക് ഇതുവരെ പെയിൻ വന്നിട്ടില്ല. ഓ, പെയിൻ വരാത്തതാണ് ഇപ്പൊ പ്രശ്നം. ആരുതുണ്ടായോണ്ട്, അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നോറ ബി ലൈക്ക്, എനിക്കുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ, നിർബന്ധമില്ലല്ലോ. സായിക്ക് വേദനയുണ്ടോ? സായിക്ക് വേദനയുണ്ടോ? നോക്കിട്ട് സായി പോടി, ഞാൻ മിണ്ടൂല. മിണ്ടിക്കഴിഞ്ഞ എന്റെ കോൺസെൻട്രേഷൻ പോയി. ഈ സാധനം നിലത്ത് വീണ് ഞാൻ തോക്കാനല്ലേ? ജാസ്മിൻ ജിൻഡോനോട്, എന്റെ പൊന്ന് ജിൻഡോ ചേട്ടാ, നിങ്ങൾ ആ പാട്ടൊന്ന് നിർത്ത്. ആ പിള്ളേര് ഇതേ കുറെ നേരം അവിടെ ഫ്ലവർ വേസും ചവിട്ടി പിടിച്ചോണ്ട് നിക്കണ്. അവരെ കോൺസെൻട്രേഷൻ പോകുന്നു. ഇല്ല, പഠിക്കോ. ജിൻഡോ നോറേനോട്, നോറ പാടുന്നതിന് കുഴപ്പമുണ്ടാ? നോറ, ഒരു കുഴപ്പമില്ല, എന്താണെങ്കിലും ചെയ്തോ. പഠിക്കോ. അരെ വാ, ജിൻഡോന്റെ പാട്ട്. നടക്കുന്നത് പോലെയാണോ നിക്കണത്? രണ്ടും നീ എന്താ മോയെന്താ?
രണ്ടും കാലും കൊണ്ടല്ലേ എന്നാ ഇത് മണ്ടനാടാ നീ. ഐഡിയ നോറയുടെ സ്കില്ല് നോക്കിയേ. സൈക്കിൾ എവിടുന്ന് പോലത്തെ ഞങ്ങൾ ആടിയിട്ടെ നോറയ്ക്കൊരു ആഗ്രഹം. ജിൻഡോ വിളിച്ചു പറയാണ് നോറയ്ക്ക് ഒരു ഫ്ലവർ വേസും കൂടി എടുത്ത് വെക്കാൻ പറഞ്ഞു. നോറ ഒരെണ്ണം വെച്ചിട്ട് അവക്കൊന്നും ആവണില്ലാന്ന്. എനിക്കൊരു ആഗ്രഹമില്ല, നിങ്ങൾ മിണ്ടാണ്ടിരുന്നോ. നോറ എനിക്കൊരു ആഗ്രഹമില്ലാട്ട് ബിഗ് ബോസ് ഒരെണ്ണം മതി. നോറയുടെ അവസാനത്തെ 1 മിനിറ്റിലേക്ക് നോറ കടന്നിരിക്കുകയാണ്. സിജോക്ക് നോറ ചവിട്ടി എടുക്കണത് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കണില്ല. സിജോ നോറ നോറ ഇപ്പൊ പോവും ഇപ്പൊ പോവും ഇപ്പൊ നോറയ്ക്ക് വെറും 1 മിനിറ്റ്. പട്ടായേ കണ്ണനും മുസ്കാനും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. എന്താന്ന് 60 സെക്കൻഡിലേക്ക് നോറ കടന്നിരിക്കുകയാണ്. ഇനി നോറ ഒരേ പൊളി. നോറയുടെ കാല് കഴിച്ച് താഴത്തേക്ക് വീഴുന്ന കാഴ്ച നമ്മൾ കാണാൻ വേണ്ടി പോകും. നോറ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വീടില്ലടാ, നോക്കിക്കോ നിങ്ങൾ. സിജോന്റെ ഫ്ലൈങ് കീസ് നോറയെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ പ്രശ്നം? നോറ ഔട്ട് ആവണം. നോറ ഔട്ട് ആവണ നടക്കില്ല മോനെ. നോറ അന്ന് ഈ ആഴ്ച വിക്റ്റ് ആവണം. എന്താണ് ഇങ്ങനെ? നോറ ഈ ആഴ്ച വിക്റ്റ് ആവണമെന്നുള്ള ആഗ്രഹിക്കുന്നത് കൈവെക്കൂ. 1 2 അടുത്തുണ്ടോ? അപ്പൊ സിജു ഓരോരുത്തരോട് ചോദിക്കാണ്, ഈ വരുന്ന വിഷനിൽ നോറ ഔട്ട് ആവാൻ ആഗ്രഹമുള്ളവർ കൈപ്പൊക്കൂ. നോറേ വീടല്ലേ? ആഗ്രഹമില്ല. ജിൻഡോ മാത്രം പൊക്കിയില്ല. നോറേ കണ്ട ജിൻഡോക്ക് നിന്നോടുള്ള സ്നേഹം. നോറയും 1 മണിക്കൂർ വിജയകരമായി പൂർത്തിയാക്കി. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സായി നോറയും 1 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ഇവിടെ വായ നോക്കിയിരിക്കണവരൊക്കെ എനിക്ക് പോടേ. എല്ലാവർക്കും തിരികെ പോയി നിങ്ങളുടെ ജോലികൾ തുടരാം. സായി നോറയും കൂടി ഇങ്ങനെ ചോദിക്കുക, എന്നാലും എത്ര സമയം ആയിട്ടുണ്ടാവും ഇപ്പൊ? 50 മിനിറ്റ്സ് തോന്നിയിരിക്കും, ബിക്കോസ് അവര് പോയതുകൊണ്ട്. സായിയുടെ ബാലൻസ്. അങ്ങനെ സായി ഔട്ടായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വീട്ടിലേക്ക് പോകാം. അടുത്ത മത്സരാർത്ഥിക്ക് ആക്ടിവിറ്റി ഏരിയയിലേക്ക്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സായിനോട് പൊക്കോ, അടുത്തൊരാളോട് വരാൻ പറ. സായി പോയി കഴിഞ്ഞാൽ ആരെടുത്ത് വെക്കുക ഫ്ലവർ ബേസ്? അപ്പൊ അടുത്ത ആള് നിൽക്കാൻ വേണ്ടിട്ട് നന്ദന വന്നു, ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ജാസ്മിൻ വന്നു. നോറ വിജയകരമായ 2 മണിക്കൂറുകൾ പൂർത്തിയാക്കിയിരിക്കും. 2 അവറാ? എന്തുവാ നോറത്? നോറ എന്താ ബ്രേക്ക് ഡാൻസ് കളിക്കണം? അങ്ങനെ 2 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത നോറയുടെയും പൊട്ടി. നോറ ബി ലൈക്ക് അയ്യോ എന്റെ കാല് കാണാനില്ലേ. നന്നായി കളിച്ചുട്ടോ. പക്ഷേ നോറ പുറത്തായിരിക്കുന്നു. മനസ്സിലായി. അടുത്ത മത്സരം മനസ്സിലായി ബിഗ് ബോസ്. ഒട്ടുള്ള വെയിറ്റ് എനിക്ക് കാലിന്. അതാ പറഞ്ഞ നമുക്ക് അഭിഷേക് എടാ സായി ഇത് ഒട്ടും വെയിറ്റ് ഇല്ലടാ. അയ്യോ വിട്ടു 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 വിട്ടു. അഭിഷേക് ഇങ്ങനെ വെച്ചത് വഴി അഭിഷേകിന്റെ ബാലൻസ് പോയി. അഭിഷേക് കാല് ബാക്കിലേക്ക് വലിച്ച്, അതുകൊണ്ട് അഭിഷേക് പിന്നെ എടുത്ത് വെക്കുക. അഭിഷേക് ഔട്ടായിരിക്കുന്നു. ഇപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അഭിഷേക് നിങ്ങൾ ഔട്ടാണ്. നല്ല പെങ്ങളല്ലേ? എന്തിനു നല്ല ഫ്ലവർ വേസ്, അത് പൊട്ടിക്കണ്ട, അത് എടുത്തോ. മനുഷ്യൻ. സായി ഓക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് നിലത്തിട്ട് ഐശ്ശേരി മുട്ടു എനിക്ക് ഓൾമെന്റ് വരട്ടിട്ട് നിക്കണം അറിയൂ. ആണാ എന്നാ മൂവിടാ. ഋഷി വന്നു, കുറച്ച് കഴിഞ്ഞപ്പോ നന്ദന ഔട്ട്. ഇപ്പൊ നന്ദന ഔട്ടായ സ്ഥിതിക്ക് പകരം ഒരാൾ വരണമല്ലോ. നമ്മുടെ സിജോ വന്ന് മോനെ കാലൊക്കെ വെട്ടി പോണം. എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ സായിയാണ് വന്നെ. അപ്പൊ സിജോ നിക്കണേന് മുമ്പ് സായിനോട് പറഞ്ഞു എടാ അതൊന്ന് പിടിച്ചേ, ഞാൻ നിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സായിനോട് പിടിക്കാൻ പറഞ്ഞപ്പോ സായി ജസ്റ്റ് ഇങ്ങനെ അടിയിലൊന്ന് സപ്പോർട്ട് ചെയ്യും. സിജോ കാലെടുത്ത് സായി എടാ ഒരു ജാതി മറ്റേ പരിപാടി കളിക്കരുത്. അല്ലട സായി ഞാനൊന്ന് പാന്റ് ഒന്ന് കയറ്റിടാൻ വേണ്ടിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ബിഗ് ബോസ് ഒന്നും പറയാത്തത്? ഋഷിക്ക് സമാധാനം ഇല്ല. ബിഗ് ബോസ് എന്റെ 1 അവർ ആയില്ലേ, ഒന്ന് വിളിച്ചു പറ, കുറെ നേരം ഞാൻ ഇവിടെ നിക്കണ്. എന്റെ കാഫ് ടൈറ്റ്. സിജോന്റെ കാഫ് പിടിച്ചിട്ടാ. മോന്റെ പാട്ടാണ് പെട്ടക്കണ കേക്കെല്ലാം. സിജോ എന്താടാ? തല തിരിയും പിന്നെ കേക്ക് വരും. പിന്നെ ഇത് അഭ്യാസമല്ല, ബാലൻസിംഗ് ആണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സിജോ ഇത് അഭ്യാസമല്ല ബാലൻസിങ് ആണ്, നനങ്ങാണ്ട് നിക്ക് നീ. എന്റെ കാഫ് പിടിച്ചിരിക്കുക, ഐ മീൻ മസിൽ കാഫ്. സിജോ ദേ അവിടെ നിന്ന് മലന്നടിച്ച് വീണു. ഭാഗ്യം എന്റെ മോനെ. അത് കഴിഞ്ഞ് മത്സരിക്കാൻ നമ്മുടെ ജാസ്മിൻ വന്നു. അപ്പൊ ആ സമയം തന്നെ ശ്രീതു അർജുന് ബാത്റൂമിൽ വെച്ച് ഐഡിയ പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയൊക്കെ ചവിട്ടിയാ നിക്കാൻ പറ്റും.
എന്താ ജാസ്മിനെ കുളിക്കാൻ പോയ വഴി ഓടി വന്നതാണ് ടർക്കിയൊക്കെ തോളിലിട്ടിരിക്കണ്. ജാസ്മിൻ കണ്ണിടുന്ന ഇങ്ങനെ അഭിഷേക് ബി ലൈക്ക് ഞാൻ ബുദ്ധിമാനാ, ഞാൻ ആകെ 5 സെക്കൻഡ് എന്നുള്ള എന്റെ കാലും പോയില്ല, ബാക്കി എല്ലാവരുടെയും കാലും പോവും, അടുത്ത മത്സരത്തിൽ കളിക്കാനും പറ്റില്ല. ജാസ്മിൻ എന്റെ പൊന്നു ഇതെന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയില്ല, ഞാൻ നിർത്താൻ പോവാ. That's all over the world tonight. I don't need money. അത് കഴിഞ്ഞ് അർജുൻ വന്നു. Now you're my home. ഞാൻ എന്താ ഈ കേൾപ്പിക്കണേ അർജുൻ, നീ മിണ്ടാതിരിടക്ക. എന്തോ ഋഷി ഫ്ലവർ വേസ് പറത്തണ എന്തിനെ പറ്റി എനിക്ക് ഐ കാൺ ലുക്ക് ദെയർ. ഓക്കെ അർജുൻ ബി ലൈക്ക് എടാ ഞാൻ ഈ പൊസിഷനിൽ സ്റ്റക്കാണ്, എനിക്ക് നോക്കാൻ പറ്റണില്ല, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അടിപൊളി മിസ്റ്റർ ഋഷി. ഓ അടുത്തത് ശ്രീത് വന്നു. ഓ ഇവര് രണ്ടുപേരും ആണെങ്കിൽ കുറെ നേരം നിന്നോളും, ഒന്ന് രണ്ടും പറഞ്ഞിരിക്കാലോ. അർജുൻ പാടണ്ട അത്രേ പാടുന്ന എന്നോട് അർജുനെ പാട്ട് വേണ്ട, എന്റെ കോൺസെൻട്രേഷൻ പോണ്. എന്നോട് ജാതി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാ ആരുടെ കയ്യിൽ പോവും. അയ്യോ പാടാൻ പറ്റിയ പാട്ട്. സൂപ്പർ കേസാണ്. എന്നോട് ഞാൻ ഇരിക്കല്ലല്ലോ നിക്കല്ലേ ഇപ്പൊ. കുറെ നേരം നിക്കുമ്പോ കാലിന്റെ ഇടയിലെ ബ്ലഡ് ഋഷി അകത്ത് ക്ലാസ് ആണ്, അതായത് നമ്മളിങ്ങനെ കുറെ നേരം നിക്കുമ്പോണ്ടല്ലോ നമ്മുടെ ബ്ലഡ് ഫ്ലോ പോവും, അപ്പോഴാണ് കാല് കഴിക്കുന്നത്. கொஞ்ச நேரம் പാട്ടില്ലാണ്ട് கொஞ்சம் സ്റ്റഡിയാ നിക്കോ. ശ്രീതു വിലേക്ക് എന്റെ പൊന്നർജുന നീ ഒന്നും മിണ്ടാതിരിക്കുക, എന്റെ കോൺസെൻട്രേഷൻ പോണ്, ആയുധം വെച്ചുള്ള കളിയാണ്. ശരി പാട്. എനിക്ക് പറ്റുന്നുണ്ട്, എനിക്ക് ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടോ? ഇത് കൂടുതൽ വാശിയാണ് നമ്മൾ നിൽക്കണേ അല്ലേ? ജിന്റെ പറയാണ് എടാ ഇത് അതൊന്നും അല്ല, നമ്മുടെ വാശിയാണ് നമ്മളവിടെ നിർത്തുന്നത്, വാശി മാത്രം. ഓ അവന്റെ ഒടുക്കത്ത ഒരു ചൂളടി. ശ്രീതുന്റെ കോൺസെൻട്രേഷൻ പോയി, ശ്രീതു ഔട്ടായി. പാവം ശ്രീതു. ആ ജിന്റെ വന്ന് കേറിയുന്നു. ഇതെന്നിട്ട് ജിന്റെ ഷൂ ഒക്കെ ഇട്ട് അർജുനാണെങ്കിൽ ഇപ്പൊ 2 മണിക്കൂറില്ല ഫസ്റ്റ് നിങ്ങൾ കൂട്ട്. നോറ അകത്തിരുന്ന് പറയും ദൈവമേ ഞാൻ 2 മണിക്കൂർ നിന്നു, അർജുനെങ്ങാനും നിന്ന് എന്നെ വെട്ടിക്കാവോ. കിട്ടിയാണ് അറിയോ, എനിക്ക് പറ്റാണെങ്കിൽ ഉറപ്പാ. 2-3 മിനിറ്റ് നിന്ന് ഇപ്പൊ ജിൻഡോക്ക് മതി. ഊഫ് അടുത്ത് പറ്റില്ലടാ, ഞാൻ കിട്ടിയടാ. കേറി 1 മണിക്കൂർ കഴിയുമ്പോൾ നിർത്താനും പറ്റുന്നില്ലാത്ത അവസ്ഥയായി. അർജുൻ അത് ശരിയാട്ടാ, പറ്റില്ല ചേട്ടൻ പൊക്കോ. ഞാനിത് 1 മണിക്കൂർ നിൽക്കുകയും ചെയ്ത്, ഇനി ഞാൻ വിട്ട് കഴിഞ്ഞ് എനിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ നിക്കണേ. ഞാൻ കിട്ടിയാടാ. ഏറ്റവും സാധനം തട്ടിയിട്ട് നിർത്തി. ഇനി ആര്? എല്ലാരും കഴിഞ്ഞല്ലോ. ബോസ് ഇതിലൊക്കെ പറ. പാവം ചക്കണ്ട, അവൻ ഒറ്റയ്ക്ക് നിക്കണ്ട അവിടെ. പുല്ല് തീക്കത്ത് ചവിട്ടുന്നായിരുന്നു. മറ്റവരൊക്കെ നിന്നപ്പോ കൊറേ ആൾക്കാരുണ്ടായപ്പോ സമയം പോണത് അറിയില്ല. ഒറ്റയ്ക്ക് നിക്കുമ്പോ ശോകോട്ടാ, ചക്കനെ സമ്മതിക്കണം. അതെന്താ അർജുനെ ബാക്ക് പിടിച്ചാ? അങ്ങനെ അവസാനം അർജുൻ ബാലൻസ് പോയി നിലത്ത് മലന്നടിച്ച് വീണു. അപ്പൊ എനിക്ക് ഫസ്റ്റാ. 1ാം സ്ഥാനത്തെത്തി നോറ വിജയിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. 2 മണിക്കൂർ 15 മിനിറ്റ് 35 സെക്കൻഡ് കാലിതിങ്ങനെ വായുവിൽ ഉയർത്തി വെച്ച ഫ്ലവർ വേസ് ബാലൻസ് ചെയ്ത നോറയാണ് ഇന്നത്തെ കില്ലാടി. മോൺസ്റ്റർ നോറ. ആരായിരിക്കും 2ാം സ്ഥാനം? അപ്പൊ ബിഗ് ബോസ് ചോദിച്ചു ആരായിരിക്കും 2ാം സ്ഥാനത്ത്? നന്ദന. അത് ഋഷി അല്ലെങ്കിൽ അർജുൻ? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. 1 മണിക്കൂർ 59 മിനിറ്റ് 53 സെക്കൻഡ് ആണ് ഋഷി നിന്നതെങ്കിൽ 1 മണിക്കൂർ 56 മിനിറ്റ് ആണ് നമ്മുടെ അർജുൻ നിന്നത്. വെറും 3 മിനിറ്റിന് അർജുന് സെക്കൻഡ് പോയി. അയ്യോ എനിക്ക് വയ്യ. നന്ദന 1 മണിക്കൂർ 52 മിനിറ്റ് നിന്ന്. പാവം കൊച്ചു നിന്നത് വെറുതെ ആയില്ലേ. 21 മിനിറ്റ് 5 സെക്കൻഡ്. സായി 1 മണിക്കൂർ 21 മിനിറ്റ് നിന്നു. 22 മിനിറ്റ് 36 സെക്കൻഡ്. ഇത് 22, സിജോ 6, ജിൻഡോ 3, ജാസ്മിൻ 2. ഏറ്റവും കുറവ് നിന്നത് നമ്മുടെ അഭിഷേക് 3 സെക്കൻഡ്. 7 സെക്കൻഡ്. വെറും 3 സെക്കൻഡുകൾ മാത്രം. അവന് ബുദ്ധിയുണ്ട്. അങ്ങനെ ഒരു ഗെയിമിംഗ് എനിക്ക് ഫസ്റ്റ് കിട്ടി, എനിക്ക് ഫസ്റ്റ് കിട്ടി, എനിക്ക് ഫസ്റ്റ് കിട്ടി. എന്നാലും ഞാൻ ആലോചിക്കണേ, അരമണിക്കൂർ നിന്ന് മറ്റേ ചക്കന്മാരൊക്കെ ഞൊണ്ടി അടക്ക. ഇതിനൊരു കാലിനൊരു കുഴപ്പമില്ലല്ലോടെ. ആദ്യം അടയ്ക്കുന്ന അവളോട്ടെ എന്തോടെ കണ്ണ് നല്ല കണ്ണും കണ്ണും നോക്കിയിരിക്കണോ? കൺ കളങ്ങുതാ.
കലങ്കുത്, ഹൃദയമല്ല കണ്ണ് കലങ്കുത്, നല്ല പോലെ കലങ്കുത്. 3 ചാൻസ് ഉണ്ട്. എനിക്ക് ഇതൊന്നും സഹിക്കണില്ലേ. അർജുൻ മാത്രല്ല ഞാനും കരയാ. ശ്രീതു നീ തന്നെ മൈൻഡ് ചെയ്യാത്ത. ടാസ്ക് 8 മുഖമുദ്ര. അടുത്ത ടാസ്ക്, 8ാമത്തെ ടാസ്ക്, സീൽ ബോർഡിൽ സീൽ മുദ്രകൾ പതിപ്പിക്കുക. ബോർഡുകളും പെയിന്റും സ്റ്റാമ്പ് സീലുകളും ഉണ്ടാവും. എല്ലാവരും നിങ്ങളുടെ മത്സരം വേറെ ഒന്നുമല്ല, ഒരു ബോർഡ് ഉണ്ടാവും, ഒരു മഷിയും ഒരു സീലും ഉണ്ടാവും. ഈ സീൽ കൊണ്ടുപോയി വേറെ ആളുടെ ബോർഡിൽ അടിക്കുക. ആ ഗ്യാപ്പിൽ നമ്മുടെ അടിക്കാതെ ശ്രദ്ധിക്കുക. ഓരോ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ സീൽ കിട്ടിയ ആളുകൾ പുറത്തായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വരെ നിൽക്കുന്നവർ വിജയിക്കും. മത്സരം തുടങ്ങി. ഇപ്പൊ കളവൊന്നുമില്ലല്ലോ. അപ്പൊ സീലടിക്കലാണുള്ള ടാസ്ക്. ആരും മുന്നോട്ട് വരുന്നില്ല. ഒരാൾ തുടങ്ങി കഴിഞ്ഞാലാണല്ലോ അത് പിടിച്ച് പോവാ. പക്ഷെ ബുദ്ധിയുള്ളവർ ആദ്യം ഇറങ്ങില്ല. ആദ്യം ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഔട്ടാവും അറിയാം. അപ്പൊ എല്ലാവരും ഇങ്ങനെ മടിയൊക്കെ പിടിച്ച് നിക്ക. സിജു ഇറങ്ങി. എന്താ അത്? വരെ രഹസ്യം കൈമാറുന്നതാണോ? അയ്യ മിഠായ. സിജു മാസ് ബീജൂട്ട് ഇറക്കാനാണോ? ഞാനിടാ. കാട്ടുതീ 24/7 ഗെയിമർ കാട്ടുതീ. എങ്ങനെയുണ്ട് വിജയം? കൊള്ളാലേ? എന്തൊക്കെ പറഞ്ഞാലും കാട്ടുതീ മാസ ഐറ്റം. രജനീകാന്ത് സ്റ്റൈലല്ലേ ചോക്ലേറ്റ്. സിജ പറഞ്ഞു ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് നേരെ നോറയുടെ അടുത്ത് പോയിട്ട് ഒരെണ്ണം അങ്ങോട്ട് കുത്തി. നോറയ്ക്ക് അങ്ങടെ ഇളകി. നോറ മഷി എടുത്തുകൊണ്ട് വന്നിട്ട് സിജോന്റെ അതിൽ ഇങ്ങനെ കുത്തുണ്ട്. പക്ഷെ അത് സീലൊന്നും മഞ്ഞില്ലല്ലോ. നോറ എന്താ പറ്റിയത്? സിജോട് അടിച്ചിട്ടിരുന്ന ഗ്യാപ്പില് ഋഷി വന്ന് നോറയുടെ അടിയോടടി. നോറ 3G. അതിന്റെ അടിക്ക് നന്ദന. അത് ശരി. നിന്നും പുറത്തായിരിക്കുന്നു. പാവം നമ്മുടെ മോൺസ്റ്റർ നോറേനെ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തി പുറത്താക്കിയടാ. അടുത്ത് തുടങ്ങുമല്ലേ? നെക്സ്റ്റ് റൗണ്ട്. ഈ ബസ് റൗണ്ട് ആയാലും എണ്ണം നോക്കുമ്പോ നീ ഔട്ട് ആവും. അപ്പൊ ഋഷിയുടെയും സിജോന്റെയും ബോർഡിൽ ഓൾറെഡി കുറെ സീൽസ് ഉണ്ട്. ഈ റൗണ്ടിൽ ഇവര് വേറെ ആൾക്ക് ഇവരെക്കാളും കൂടുതൽ സീൽ വെച്ചില്ലെങ്കിൽ ഇവർ ഔട്ട് ആവേണ്ട വരും. അപ്പൊ ഇവരിറങ്ങി. സിജോ നേരെ പോയി നമ്മുടെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത്. ജാസ്മിൻ നേരെ വന്ന് സിജോന്റെ അറഞ്ചം പുറഞ്ചം. ഋഷി എന്റെ ശ്രീധുനോടാ. എന്നിട്ട് അതിന്റെ അടക്കോടെ ശ്രീധു ഋഷിനെ കുത്തി, ഋഷി ശ്രീധുവിനെ കുത്തി. സീലാട്ടാ. അങ്ങനെ അങ്ങോട്ട് കുത്തോട് കുത്ത്. അങ്ങോട്ട് കുത്ത്, ഇങ്ങോട്ട് കുത്ത്, മറിച്ചു കുത്ത്, തിരിച്ചു കുത്ത്. ബസറടിച്ചു. റൗണ്ട് കഴിഞ്ഞു. ഈ റൗണ്ട് ആരാ പുറത്താവുന്നതെന്ന് നമുക്ക് നോക്കാം. ക്യാപ്റ്റൻ. അല്ല, എനിക്ക് വിസിബിലിറ്റി ഋഷിയല്ല. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഒരാളെ പുറത്താക്കണേ. ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഈ റൗണ്ടിൽ 2 പേര് പുറത്തു പോകുന്നതാണ്. ഈ റൗണ്ടിൽ 2 പേരെ പുറത്താക്കാം. ഋഷി 2. അയ്യോ, അപ്പൊ ഞാൻ ഔട്ടാവോ? എനിക്ക് കണ്ടിട്ട് കൂടുതൽ ജാസ്മിനും സിജോ. അപ്പൊ അർജുൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ട് സിജോന്റെ ജാസ്മിന്റെ ആണ് കൂടുതൽ കാണുന്നത്. ഏത് ശ്രീധുവിന്റെ അവന്റെ കാഴ്ച എത്തില്ല. ഇത് 26 ഉണ്ട്. അത് എത്ര നോക്ക്. ജാസ്മിൻ സ്വന്തം എണ്ണിട്ട് പറഞ്ഞു ഇത് 26 ഋഷി സ്വന്തം എണ്ണിട്ട് ഇത് 11 ഉള്ളൂ കേട്ടാ. അപ്പൊ നോറ ബാക്കിൽ തന്നെ 25. ജാസ്മിൻ വന്നിട്ടെണ്ണ ഇത് 30. അങ്ങനെ കൂട്ടാൻ പറ്റില്ല. അതിന് മുകളിൽ കൂട്ടാൻ പറ്റും. ഇത് 33 ഉണ്ട്. എന്നെക്കാളും കൂടുതൽ. അപ്പൊ ഇവനെ പറ്റത്തില്ല. പിന്നെ എന്തിനാ സ്റ്റാമ്പ് അടിക്കുന്നത്? പിന്നെ ആകെ എത്ര ബോർഡേ ഉള്ളൂ ബ്രോ. ആകെ അത്രേ ഉള്ളൂ. ഇത് വിസിബിളും വിസിബിലിറ്റി എല്ലാത്തതും ഫുള്ള് ചെക്ക് ചെയ്തു. എനിക്കറിയില്ല. 33 ഈ ഗെയിം കളിക്കുമ്പോ അങ്ങനത്തെ തേങ്ങയൊക്കെ അറിയണം. അറിയാവുന്ന സംഭവം എന്താന്ന് വെച്ചാലേ നമ്മുടെ ഋഷിയുടെ അടിച്ചത് പകുതി തെളിഞ്ഞിട്ടില്ല. ജാസ്മിന്റെ ആണെങ്കിൽ ഒക്കെ നല്ല തെളിഞ്ഞ് നിക്കണുണ്ട്. കൂടുതൽ ജാസ്മിന്റെ അടിച്ചതായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഋഷിയുടെ ആയിരിക്കും കൂടുതൽ അയച്ചത്. പക്ഷെ കുറെ ഒന്നും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞ ഋഷി പുറത്തു. ജാസ്മിൻ പറയും തെറിഞ്ഞില്ലെങ്കിലും അത് എണ്ണണം. ഞാൻ എണ്ണി തരാലോ. പിന്നെ മഷി തീരുവാ. പിന്നെ അടിക്കുമ്പോ തെളിയുന്നില്ല. ഋഷി ഒന്ന് പോയടി ഉടായിപ്പറ കണ്ട്. അപ്പൊ എന്താ അമർത്തണം. അമർത്തിയിട്ട് അടിക്കണം. അടിക്കണം. അതിനാണ് അവരവർക്ക് മഷി തന്നിട്ടുള്ളത്.
ജാസ്മിന്റെ ന്യായീകരണം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നമ്മളൊരു വിശ്വസിച്ച് ഒരു സത്യമാണ്. എന്റെ പൊന്നെ ജാസ്മിൻ എങ്ങനെ പോയാലും നീ ഔട്ടാ. നീ അവിടെ കിടന്ന് ന്യായീകരിക്കണ്ട, അങ്ങോട്ട് നീങ്ങിക്ക്. പതിപ്പിക്കാനേ ഉള്ളൂ, അതല്ലാതെ കണ്ടില്ല. സിജു എന്റെ ഇടയ്ക്ക് കയറി വന്നു. ഞാൻ സംസാരിക്കട്ടെ, അവിടെ നിൽക്കുക കളിച്ച് ജയിച്ച ക്യാപ്റ്റനാകാതെ അവിടെ നിൽക്കുക. അതെ, ഞാനാണ് ക്യാപ്റ്റൻ, നീ അവിടെ മിണ്ടാതിരുന്ന് മാറി. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണെന്നുള്ളത് തന്നെ അതിന്റെ ഇടയ്ക്ക് ഇത് ജിൻഡോസ് ആയി എന്തോ സംസാരിക്കുന്നു. ജോക്ക് നന്നായിട്ട് അറിയാം. വേണമെന്നേ ഉള്ളൂ. ജാസ്മിൻ സംസാരിക്കാൻ പറ്റോ? അതല്ലാതെ വേണം. ഇതൊന്നും മുദ്രയല്ല മക്കളെ. ഇത് മുദ്രയല്ലേ ഋഷി? ഇത് മുദ്രയല്ല. ഇല്ല, ഇത്ര ഉള്ളൂ. ജാസ്മിൻ പറയും അത് അടിച്ചത് തെളിഞ്ഞില്ലെങ്കിലും മുദ്ര മുദ്ര തന്നെയാ. അപ്പൊ മറ്റവര് പറയും അത് തെളിയണം. ഇതിനപ്പുറം ഒരു 10 ഏക്കർ ബോർഡൊന്നും തന്നിട്ടില്ലല്ലോ. എന്റെ പൊന്നു ജാസ്മിൻ നിന്ന് മിണ്ടാതിരി ചിരിപ്പിക്കില്ലേ? ഈ കാണുന്ന റിജക്റ്റഡിന്റെ മണ്ടയിൽ ഇവിടെ ആയിട്ടൊരു റിജക്റ്റഡ് വീണ്ടും. അപ്പൊ എന്താ പറയും? കോമഡി. സിജോ പറയാണ് ഞാനാണ് ക്യാപ്റ്റൻ, ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഋഷിഡേല് പോയിട്ട് തെളിയാത്തതൊന്നും എണ്ണിയില്ല. 4, 5, 14. പക്ഷെ ജാസ്മിന്റെ വന്നിട്ട് തെളിയാത്തത് പറഞ്ഞ എണ്ണി. ഇപ്പൊ ജാസ്മിൻ ഓ ഇത് നീ എണ്ണും. ഇതെണ്ണല്ലേ? 22. അവന്റെ എണ്ണൂല, നിന്റെ എണ്ണൂല. കൊള്ളാടാ, കൊള്ളാ, നല്ല ക്യാപ്റ്റൻ. ഇതെണ്ണല്ലേ? അതിൽ അത് പോയിന്റ്. ഓ ജാസ്മിൻ സിജോ അടി. നമുക്കറിയാൻ ഞാൻ നേരെ ഓടിക്കുന്നത്, ഞാൻ വളച്ചല്ല ഓടിക്കുന്നത്, ഞാൻ നിന്നെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഓടിച്ചോണ്ട്. നീ സ്ട്രേറ്റോ വളച്ചോ അതുകൊണ്ട് അവിടെ ഇരിക്കുന്നില്ലേ? അത് പിന്നെയും പോയിന്റ്. ജാസ്മിൻ ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് സിജോയും ഉണ്ടോ? അത് കഴിവാണ്. അങ്ങനെ സിജോൻ ജാസ്മിനും ഔട്ടായി, രണ്ടുപേരും പുറത്തു പോയിരുന്നുണ്ട്. നിന്റെ കഴിവോ? നിന്റെ കഴിവ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് കളിച്ചത്. സിജോ എടി ഞാൻ ജയിക്കാനാണ് കളിച്ചത്. ജാസ്മിൻ ഞാൻ എന്തായാലും സീരിയസ്ലി ഇതിനകത്ത് ജയിക്കാൻ വേണ്ടി കളിച്ചത്. പക്ഷെ നീ ജയിക്കാനാണ് കളിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കളിക്കുന്നത് ജയിക്കാനായിരുന്നു. ഇമ്മാതിരി സ്വന്തം കാര്യത്തിന് സിജോ അതെ ഓസാന പാടാനൊക്കെ നീ വേറെ ആൾക്കാരെ നോക്കിക്കോ. എന്നെ ആൾക്കാർ വേറെ പറ്റൂല. സിജോ പറയും എടി നിന്നെ ഔട്ടാക്കിയതാണ് ഞാൻ. ജാസ്മിൻ ഞാൻ ഔട്ടാക്കി, നീ ഔട്ടായി അടിച്ച് പുറത്താക്കിയതാണ്. ആയിക്കോട്ടെ, കൂടെ വന്നതേ ഇവിടെ ഇരിക്കുന്നോ ജാസ്മിന്റെ. ജാസ്മിൻ ആണല്ലോ, ജയിക്കാനാണല്ലോ. എന്നിട്ട് ഞാൻ ഔട്ടായപ്പോ എന്റെ കൂടെ ഇറങ്ങിപ്പോയി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അതാണ് ജാസ്മിൻ. രണ്ടും കൂടി ചിരിപ്പിച്ച് കൊല്ലും നമ്മളെ. മോൻ എന്നെ ഇങ്ങോട്ട് ഇതൊക്കെയാടാ വിളിച്ചു പറയുന്നത്. ജാസ്മിന് നീ എന്ത് ശ്വാസം എടുക്കാനെങ്കിലും ഒന്ന് നിർത്തി ഒരു പോസ് കൊടുക്ക്. ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. ജാസ്മിൻ ഈ ഡയലോഗ് പറഞ്ഞപ്പോ ശ്വാസം എടുത്ത പോയിന്റ് പറയുന്നവർക്ക് ഒരു കുതിരപ്പവൻ. നമ്മുടെ ജാസ്മിന്റെ അടുത്ത് സിജോനൊക്കെ പറഞ്ഞ് ജയിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. പറ്റത്തില്ലാന്നേ, പറ്റില്ല സക്കീറാക്കി എന്നും പറഞ്ഞ് നാട്ടുകാരെ എല്ലാരെയും കണ്ടി മോൻ മാസാന്ന് മോൻ വിചാരിക്കുന്നു. സിജോ ബി ലൈക്ക് പെരുമ്പാമ്പിനെയാണല്ലോ പിടിച്ചത്. മിണ്ടാതിരിക്കുക. സമയം തരുമോ? നീ കിടന്നാച്ചോ. മോന്റെ ചിലപ്പോ നമ്മൾ കുറെ കണ്ടതാണല്ലോ. പറഞ്ഞു സിജോനൊന്നും പറയാൻ കിട്ടല്ല. ജാസ്മിന്റെ മുമ്പിൽ പിടിച്ചേക്കണ്ടേ. ഇനി ഏറ്റവും കൂടുതൽ സീനുള്ളത് നമ്മുടെ ഋഷിക്കും ശ്രീധുവിനുമാണ്. ഋഷി ഓടി നടന്നടിക്കുക, എല്ലാരും അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശ്രീധു അപ്പോഴേക്കും ഋഷിയുടെ ഫുൾ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ റൗണ്ടില് ആരാ ഔട്ടായെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഋഷി ബിഗ് ബോസ്. ഋഷി ബിഗ് ബോസ്. ഋഷി ബിഗ് ബോസാ? ഋഷി ബിഗ് ബോസാ? ഋഷി ഔട്ടായി. എന്നിട്ട് നന്ദന നീ ഇങ്ങനെ ഇപ്പൊ എന്ത് പണി കിട്ടി? ശ്രീധുവിന്റെ ബോർഡിലാണ് ഇനി കൂടുതൽ. ശ്രീധുവിന് ആരെങ്കിലും ബോഡി പോയി സീലടിച്ചില്ലെങ്കിൽ ശ്രീധു ഔട്ടാ. സിജോ സായിനോട് ശ്രീധു എന്ത് ഭാഷ ഇത്? കച്ചറിയാ. ശ്രീധു നന്ദനയുടെ ബോർഡിൽ അടിക്കാൻ പോകുന്നു. ഓക്കെ, സായിനെ വിളിക്കുന്നുണ്ടല്ലോ. നീ എന്റെ ശ്രീധുവിനെ അടിക്കോ? അങ്ങനെ സീലടിച്ചടിച്ചടിച്ച് ലാസ്റ്റ് മഷി തെറിപ്പിച്ച് കളഞ്ഞു. മഷി ചവിട്ടി പിടിക്കുന്നു.
ശ്രീധുവിനെ അടിക്കുന്ന നീ നോക്കിക്കോ, നീ അഴിച്ച പുറത്താ. എല്ലാത്തിന്റെ അഡ്രിനാലിൻ റഷാണോ? എന്നിട്ട് വരപ്പ ദേഷ്യം വന്നത് അഡ്രിനാലിനല്ലേ? എന്തെങ്കിലും ആവട്ടെ, ആ സാധനം വന്നിട്ട് എല്ലാത്തിനും കയ്യിന്ന് പോയിരിക്കുക. എല്ലാത്തിന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ റൗണ്ടിൽ പുറത്തു പോകേണ്ടത് രണ്ടുപേരാണ്. ഇപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. ഇപ്പൊ നന്ദന വിചാരിച്ച ഒരാളാണല്ലോ ഔട്ട് ആവുന്നത്, ശ്രീധു പൊക്കോളും. ഇപ്പൊ ബിഗ് ബോസ് പറഞ്ഞ് ഈ റൗണ്ടിൽ 2 ആൾ ഔട്ട് ആവും. ആരൊക്കെയാണ്? ശ്രീധു. അപ്പൊ നമ്മുടെ ഋഷി ഇടയ്ക്ക് വന്ന് നമ്മുടെ ജിൻഡോന്റെ ബോട്ടിൽ അടിച്ചത് കൊണ്ട് തന്നെ ഇനി ജിൻഡോനാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ജിൻഡോന് ആർക്കെങ്കിലും ഇത് കൊടുക്കണം. ജിൻഡോ അഭിഷേകിനെ നോട്ടിട്ടു, കാരണം അഭിഷേകാണല്ലോ ഫസ്റ്റ് നിൽക്കണം. അതെന്തിനാ അഭിഷേകം നീ കേറി വന്ന് പിടിക്കുന്നത്? എന്താ WWE തട്ടിക്കളഞ്ഞില്ലല്ലോ. ജിൻഡോനെ ഇങ്ങനെ പിടിച്ചു. ജിൻഡോ പിടിച്ചു. പോടാ. എന്തുവാടാ? അഭിഷേകിനെ മാറ്റി സീൽ അടിച്ചോണ്ടിരിക്കുക. പിന്നെ കാണുന്നത് ജിൻഡോ കിടക്കുന്നത് ഋഷിയുടെ ബോർഡിന്റെ അടുത്ത്. എങ്ങനെയാണോ ജിൻഡോ അവിടെ വരെ പറഞ്ഞെത്തിയത്? എന്റെ വിഷ്വലൊന്നും നിങ്ങൾ കാണിക്കൂല. കഴുത്തിന് പിടിച്ച് വലിച്ചു കൊണ്ടുപോയെന്നൊക്കെയാണ് പറയണത്. ജിൻഡോന്റെ കയ്യിൽ നിന്ന് പോയി. ജിൻഡോ സീനായി കഴിഞ്ഞാൽ പണി പാളെന്നറിയാം. അതുകൊണ്ട് സിജോ അർജുനൊക്കെ കൂടി ജിൻഡോനെ പിടിച്ച് മാറ്റി. കാരണം അഭിഷേകിന്റെ ഭാഗത്തെങ്ങാണ്ടാണ് തെറ്റ്. അപ്പൊ ജിൻഡോന്റെ കഴുത്തിന് പിടിച്ച് വലിച്ചതുകൊണ്ട് തന്നെ ജിൻഡോ ടെറർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റോക്കിയുടെ അപ്പുറത്ത് അടി നടക്കുന്നവർക്കറിയാം. പിടിച്ചു വെക്കലും ഉന്തും തള്ളുമൊന്നുമില്ല. ബിഗ് ബോസിന്റെ ദേഷ്യം കണ്ടിട്ട് എനിക്ക് ദേഷ്യം പിന്നെ എനിക്ക് പേടിയാണ്. പതിപ്പിക്കുക, അത് മാത്രമാണ് ഗെയിം. ആയി ശരി, ഇപ്പൊ എല്ലാരും ഒന്നായി. ഞാൻ കണ്ടതാണ്. നമ്മുടെ രശ്മിൻ ബായിക്ക് യെല്ലോ കാർഡ് കൊടുത്ത സ്ഥിതിക്ക് ഇത്തവണ അഭിഷേകിന് യെല്ലോ കാർഡ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ സൺഡേ എപ്പിസോഡില് ലാലേട്ടൻ യെല്ലോ കാർഡ് കൊടുക്കുന്നതിന്റെ കൂടെ അഭിഷേകിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. ശരിയല്ലേ? 2 യെല്ലോ കാർഡ് കിട്ടിയ റെഡ് ആയി. ഇതൊക്കെ കാണുന്ന ഡോക്ടർ രോബിൻ രാധാകൃഷ്ണൻ. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് ആയി. സായും അഭിഷേകും അർജുനും ബാക്കിയായി. ലാസ്റ്റ് റൗണ്ടിൽ മത്സരിക്കുന്നത് സായും അഭിഷേകും അർജുനും ആണ്. ഇതെന്തുവാടെ? ഇത് പ്ലാനിങ് ആ. അഭിഷേക് സായിനോട് ഡാ ഞാൻ 2 എടുത്തോട്ടെ. നീ 3 എടുത്തോ. അപ്പൊ നിനക്ക് 1 പോയിന്റും എനിക്ക് 2 പോയിന്റും ഓക്കെയല്ലേ? സായി എടാ നീ ഏത് വേണമെങ്കിൽ എടുത്തോടാ, നിനക്കൊക്കെ പോയിന്റ് തരാനല്ലേ ഞാൻ ഇവിടെ വന്നേണേ. പ്ലാൻ ചെയ്താണ് പ്ലാൻ ചെയ്തിട്ടുള്ള കളി കളിക്കണേ. എടാ ഒത്ത് കളിക്കുകയാണെങ്കിൽ അതിനൊരു മാന്യത ഇട്ട് കളിക്കടാ. എടുത്തോ. അർജുൻ ബി ലൈക്ക് ഇവര് 2, 3 എടുത്തു കഴിഞ്ഞാ ഫസ്റ്റ് എനിക്ക് തന്നെ. അതിപ്പോ ലാഭമില്ല. 3, 2, 1. എന്നാലും ഇത്രയും പ്ലാൻ ചെയ്തിട്ട് സായ് 5, അഭിഷേക് 3. ഈ സായിക്കും അഭിഷേകിനും കൂടി അർജുൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനെ പുറത്താക്കിക്കൂടെ? അതുകൊണ്ട് തന്നെ 1 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ഒരു കളി കിട്ടി അതിന്റെ സ്പിരിറ്റി കളിക്കണം. അല്ലാണ്ട് ചിലവരോട് ഒരു നീതി, വേറെ ചിലരോട് വേറെ നീതി. അതായത് ജിൻഡോനെ കഴുത്തിന് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി ഗെയിം സ്പിരിറ്റ് കാണിച്ചവനാണ്. നീ 1 എടുത്തോ, നീ 2 എടുത്തോ, അർജുനെ നീ അടിച്ചോ എന്നും പറഞ്ഞ് നിക്കണേ. അർജുന ആര് വരെ കുഞ്ഞമ്മയുടെ മോനെ. സത്യത്തിൽ ഈ ഗെയിം പ്ലാൻ ചെയ്ത് ഐഡിയ പറഞ്ഞുകൊണ്ട് കൊടുത്തോണ്ടിരുന്നത് നമ്മുടെ 24/7 ഗെയിമർ ആയിട്ടുള്ള സിജോ. കളി ജയിച്ചത് അഭിഷേക്. ഇതെന്ത് പ്ലാനിങ് ആണ്? 2 പോയിന്റുകൾ. 1ാം സ്ഥാനത്ത് വന്നു. പക്ഷെ നമ്മുടെ അഭിഷേക് ജിൻഡോന്റെ കഴുത്തിന് പിടിച്ച് വലിച്ചത് ഗുരുതരമായ പ്രശ്നമാണ്. ആ വിഷ്വലും കട്ട് ചെയ്തു. രശ്മിൻ ബായുടെ വിഷ്വലും കട്ട് ചെയ്തു. രശ്മിൻ ബായുടെ വിഷ്വല് സീനാക്കിയ യൂട്യൂബേഴ്സ് അഭിഷേകിന്റെ വിഷ്വല് സീനാക്കില്ല. കാരണം എന്താ? അഭിഷേകിന് സപ്പോർട്ട് ഉണ്ട്. പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് ടിക്കറ്റ് ഫിനാലയുടെ 9ഉം 10ഉം ടാസ്കുമായിട്ട് നമുക്ക് നാളെ കാണാം. എപ്പിസോഡ് 83ന്റെ റിയാക്ഷനുമായിട്ട് കാണാം. അതുവരെ